+2 നല്ല മാർക്കോടെ പാസ്സായി അല്ലെങ്കിൽ ഡിഗ്രി നല്ല മാർക്കോടെ പാസ്സായി, ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ ACC എടുത്തു. കാരണം ഇവിടെ 50% മാർക്ക് മതി പാസ്സാവാനായിട്ട്. അപ്പോൾ ഫുൾ കോൺഫിഡൻസിൽ ഈ എക്സാമിന് അപ്പിയർ ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി, സെക്കൻഡ് അറ്റംപ്റ്റ് വീണ്ടും ഫെയിൽ. അപ്പോഴേക്കും നമ്മുടെ ഉള്ള കോൺഫിഡൻസ് ഒക്കെ പോകും. ഈ കോഴ്സ് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊരു അവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും ACC എക്സാമിൽ നിങ്ങൾ ഫെയിൽ ആവുന്നത്, അതിനുള്ള കാരണം എന്തായിരിക്കും ഈ ഫെയിൽ ആവാനായിട്ട്, നമുക്കതൊന്ന് അനലൈസ് ചെയ്യാം. അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങണം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തുള്ള യൂസ്ഫുൾ കോണ്ടന്റ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഞാനിവിടെ കുറച്ച് പോയിന്റ്സ് പറയാം. ഇത് ഞാൻ കുറച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഓരോ കാഴ്ചപ്പാടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്നും നിങ്ങൾ ഈ വീഡിയോന് താഴെ കമൻ്റായിട്ട് ഇടുക. നമുക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഓപ്പൺ കോൺവെർസേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കുറേ പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഫെയിലായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ACC നിർത്തി പോവല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നം പറ്റിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫെയിലായതെന്ന് അനലൈസ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യുക എന്നൊരു ഓപ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, കുറേ പേര് CAൻ്റെ അത്ര ടഫ് ഇല്ലാത്തതുകൊണ്ടാണ് ACCയിലേക്ക് വരുന്നത്. ആക്ച്വലി ഇത് സിമ്പിളാണ്. CAൻ്റെ അത്ര ടഫില്ല ACC. പക്ഷെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ഡിസംബർ 2024 എക്സാം എഴുതിയ സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1.13 lakhs ആണ്. അതായത് ACC എക്സാം എഴുതിയ സ്റ്റുഡൻസിൻ്റെ. ഇതിൽ ഗ്ലോബൽ പാസ് പെർസെൻറ്റേജ് പറയുന്നത് വെറും 54%, ഇന്ത്യൻ പാസ് പെർസെൻറ്റേജ് പറയുന്നത് 60% ആണ്. അതായത് മൊത്തം എഴുതിയ സ്റ്റുഡൻസിൽ ആകെ 54% സ്റ്റുഡൻസ് മാത്രമേ ഡിസംബർ ACC എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളൂ. സോ ഇത് CAൻ്റെ അത്ര ടഫ് ഇല്ലെങ്കിൽ ACC ഈസി അല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ആ ഒരു മൈൻഡ് സെറ്റാണ് ഉള്ളതെങ്കിൽ, അതായത് സിമ്പിളായി പാസ് ആവാം എന്നുള്ള ബേസിലാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റത്തെ ഫെയിലിയർ അവിടെയാണ്. സോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ഇത് CAനെക്കാട്ടി സിമ്പിളാണ്, പക്ഷേ അത്ര സിമ്പിളസ്റ്റ് അല്ല പാസ്സാവാനായിട്ടൊന്ന് റിയലൈസ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള വർക്ക് തന്നെ കൊടുക്കുക. കാരണം ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇത് പാസ്സാവാനായിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് തന്നെ പറ്റുള്ളൂ. അതും പറഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. ചില ടോപ്പിക്സ് ഒക്കെ സ്കിപ്പ് ചെയ്യണത്. നിങ്ങൾ മേ ബി ഒരു എക്സാമിന് ചിലപ്പോൾ 1-2 ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടാവില്ല. മേ ബി അത് നിങ്ങളുടെ ലക്ക് കൊണ്ട് ആ ടോപ്പിക്ക് ചോദിച്ചിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളെ എക്സാം പാസ്സായിട്ടുണ്ടാവും. ഇതേ രീതിക്ക് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ആ ടോപ്പിക്ക് ചിലപ്പോൾ പഠിക്കാണ്ട് പോയിട്ടുണ്ടാവും. മേ ബി നിങ്ങളുടെ കഷ്ടകാലത്തിന് ആ ടോപ്പിക്കിൽ നിന്നായിരിക്കും ചിലപ്പോൾ എക്സാം വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ ഒരു എക്സാമിന് മാത്രമായിരിക്കും അങ്ങനെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതേ ടോപ്പിക്ക് പഠിക്കാണ്ട് വീണ്ടും എക്സാം എഴുതാൻ വേണ്ടി പോകും. അവിടെയും നിങ്ങൾ സെയിം സിറ്റുവേഷൻ ആയിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക. അതായത് നിങ്ങൾ പഠിക്കാത്ത പോയ ടോപ്പിക്കിൽ തന്നെ വീണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും, വീണ്ടും ഫെയിൽ ആവും. സോ ഇതും ഒരു സെനാരിയോ ആണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് മേ ബി നിങ്ങൾ സ്കൂൾ സമയത്തോ അല്ലെങ്കിൽ കോളേജ് സമയത്തൊക്കെ സ്കിപ്പ് അടിച്ച് പോയിട്ട് പാസ്സാവുന്ന ഒരു പരിപാടി ഉണ്ട്. പക്ഷേ ACCയിലേക്ക് വരുന്ന സമയത്ത് എവിടെ നിന്ന് എങ്ങനെ എപ്പോൾ എന്ത് ചോദിക്കും ഒന്നും പറയാൻ വേണ്ടി പറ്റൂല. എല്ലാം പഠിച്ചിട്ട് പോയിരിക്കണം. ഇതും ഫെയിലിയറിന് ഒരു റീസൺ ആണ്. ഇനി ചിലപ്പോൾ നിങ്ങൾ എല്ലാ ടോപ്പിക്കും പഠിച്ചിട്ട് പോയി, പക്ഷെ നിങ്ങൾ എക്സാമിന് ഫെയിലായി. അത് മേ ബി പല റീസൺ കൊണ്ടായിരിക്കും. ചിലപ്പോൾ എക്സാം പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ എക്സാമിലൊരു സ്ട്രെസ് ഉണ്ടാവും, അതോ അല്ലെങ്കിൽ ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും നിങ്ങളുടെ പ്രശ്നം. സോ ഇതെന്താണെന്ന് നിങ്ങൾ പ്രീവിയസ് ആ മിസ്റ്റേക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഫെയിലായ എക്സാമിൽ നിങ്ങൾ അനലൈസ് ചെയ്യുന്നില്ല. അനലൈസ് ചെയ്യാണ്ട് അതെന്തോ കാരണം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി, മേ ബി നെക്സ്റ്റ് ടൈം എനിക്ക് ഇത് ഓക്കെ ആയിരിക്കും, ഞാൻ പാസ്സാവും എന്നുള്ള ബേസിൽ വീണ്ടും എക്സാം എഴുതാൻ വേണ്ടി പോകും. മേ ബി പ്രീവിയസ് എക്സാമിൻ്റെ റീസൺ ആയിരിക്കില്ല ഇവിടെ വരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നിങ്ങൾ പ്രീവിയസ് എക്സാമിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും. അതായത് ഉദ്ദേശിച്ച സമയത്ത് നിങ്ങൾക്ക് എക്സാം തീർക്കാൻ വേണ്ടി പറ്റിയില്ല. ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത റീസൺ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ആ എക്സാം സ്ട്രെസ്സിൽ കൂടുതൽ ആങ്ഷ്യസ് ആയിട്ട് അങ്ങനെ ടൈം കിട്ടാണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന് മേലെ തന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്തതാവാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റിന് മേലെ കുറേ നിങ്ങൾ ആലോചിച്ചിരുന്നതാവാം. അങ്ങനെ കുറേ റീസൺ കൊണ്ടായിരിക്കാം ഈ ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ എക്സാം പ്രോപ്പർ ടൈമിൽ എഴുതാൻ പറ്റാത്തത്. സോ നിങ്ങൾ അനലൈസ് ചെയ്യാണ്ട് വീണ്ടും ഒരു എക്സാമിന് പോയി കഴിഞ്ഞാൽ ഈ സെയിം മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് മിസ്റ്റേക്ക് ആയിരിക്കും നിങ്ങൾ ഇപ്പുറത്ത് വരുത്തുക. സോ അതെന്താണെന്ന് നിങ്ങൾ പ്രോപ്പറായി അനലൈസ് ചെയ്തിട്ട് വേണം അടുത്തൊരു എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ തന്നെ പലർക്കും പല റീസൺസും ഉണ്ടാവും. ചിലപ്പോൾ മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്ററിൽ പോയിട്ട് എക്സാം എഴുതുന്നെങ്കിൽ ചിലപ്പോൾ ട്രാവലിംഗ് ചെയ്തതിൻ്റെ ഒരു ടയർഡ്നെസ് ഉള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ പല റീസൺസും ഉണ്ടാവും. സോ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. എന്തുകൊണ്ടാണ് എനിക്ക് ഈ എക്സാമിന് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ടൈമിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത് എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അതായത് പ്രീവിയസ് മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കുക. നേരത്തെ പറഞ്ഞ പോയിന്റിൽ ആ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാന്ന് തന്നെ അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ഒരു പോയിന്റാണ് ഈ കൺസെപ്റ്റ് ഒന്നും നേരെ ക്ലിയർ ആവാണ്ട് പോണത്.
ഇപ്പോൾ കുറേ പേരൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവും. അതായത് എങ്ങനെ ഡൗട്ട് ചോദിക്കുക എന്നൊക്കെ തോന്നുന്നവരുണ്ടാവും. ലൈക്ക് ഓപ്പൺ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൗട്ട് മണ്ടത്തരമാണോ, കൂടുതലുള്ളവർ കളിയാക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു പേടി എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവും. ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടാവുന്നത്. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാവരും പറയും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് ഓപ്പൺ ആയിട്ട് ചോദിക്കുക, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നൊന്നും നോക്കരുത്, ചോദിക്കാൻ പറ്റിയ കാര്യങ്ങൾ ധൈര്യപൂർവ്വം ചോദിക്കുക എന്നൊക്കെ കുറേ വീഡിയോയും കുറേ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ അങ്ങനെയാണ്. കാരണം എനിക്കൊന്ന് ഡൗട്ട് വന്നാലും ഞാൻ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഞാൻ ഓപ്പണായി ചോദിക്കും. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഞാൻ ഇപ്പോൾ തിങ്ക് ചെയ്യാറില്ല. പക്ഷേ അന്ന് ഞാൻ പഠിക്കുന്ന കാലത്താണെങ്കിൽ പോലും എനിക്ക് ഡൗട്ട് വന്നാൽ ഞാൻ ചോദിക്കാണ്ടിരിക്കും. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു തോട്ടായിരുന്നു എനിക്ക് അന്ന് ഉണ്ടായിരുന്നത്. അത് ഞാൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തെങ്കിലും അന്ന് എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ട്. ഇതിന് കാരണം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും, അല്ല അവർ നമ്മളെ കളിയാക്കും എന്ന് വിചാരിക്കുന്ന ആ തോട്ട് എടുത്ത് മാറ്റിയിട്ട് ഓപ്പണായിട്ട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് എത്ര പേർക്കത് സാധ്യമാവുമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വേണം, മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഒരു കാലത്ത് നിങ്ങൾ ഫോഴ്സ്ഡ് ആവും ഇതൊക്കെ ചെയ്യാനായിട്ട്. സോ നിങ്ങൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ തോന്നൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഓപ്പണായിട്ട് ചോദിക്കുക. കാരണം നമ്മളുടെ ലൈഫിൽ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുള്ളൂ. ബാക്കിയുള്ളവർ എന്ന് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഡൗട്ടൊന്നും ചോദിക്കാതിരിക്കരുത്. ഓപ്പണായിട്ട് ധൈര്യപൂർവ്വം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുക. ഇനി നിങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പിന് മുമ്പിൽ ചോദിക്കാൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക, അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവുക. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്ക് കാര്യങ്ങൾ കുറേ മനസ്സിലായിട്ടുണ്ടാവും, അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഇനി അതും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് യൂട്യൂബിലും കുറേ വീഡിയോസൊക്കെ ഉണ്ടാവും, അത് നോക്കിയിട്ട് പഠിക്കുക. എന്താണെങ്കിലും നിങ്ങൾക്കിപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് മാത്രം പോവുക എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങൾ എന്തായാലും ആ ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിൽ ധൈര്യപൂർവ്വം ചോദിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. അതല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഫോഴ്സ്ഡ് ആയിരിക്കും ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇതിനെക്കാട്ടിയും ഭയങ്കര ഒരു സ്ട്രെസ് ആയിരിക്കും അനുഭവിക്കുക. ഇനീഷ്യലി ഈ സ്റ്റേജിലൊക്കെ ചോദിച്ചു പോവുക. കാരണം നമ്മുടെ കൂടെ ഇരിക്കുന്നവരും ഇപ്പം എല്ലാം അറിഞ്ഞിരിക്കുന്നവരായിരിക്കില്ല, അവരൊക്കെ പഠിക്കാൻ വേണ്ടി വന്നവരാണ്. സോ പഠിക്കുന്ന സമയത്ത് ഓപ്പണായി ചോദിച്ച് ആ ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുക. ഇനി നമ്മുടെ അടുത്തൊരു പോയിൻ്റാണ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നേരെ പ്രോപ്പറായിട്ട് മനസ്സിലാവാത്തത്. ഇത് മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് അവർ ഉദ്ദേശിക്കുന്ന ഒന്നായിരിക്കും, നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ ഒന്നായിരിക്കും, എന്നിട്ട് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ ഇങ്ങനെയാണെങ്കിലും നമ്മുടെ ACC എക്സാംസിൽ ഫെയിൽ ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. എങ്ങനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളെല്ലാം പഠിച്ചു, എല്ലാ കൺസെപ്റ്റ്സും ക്ലിയർ ആണ്, പക്ഷെ എക്സാമിന് പോയിട്ട് നമ്മൾ വായിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നതല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇത് എങ്ങനെ റിസോൾവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോക്ക് എക്സാംസ് ഇത് നോക്കുക. ഇവിടെ എഴുതി നോക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസേഴ്സ് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾ എഴുതിയതും അവർ തന്ന ആൻസേഴ്സും എത്രത്തോളം മാച്ച് ആവുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റേറ്റീവ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നമ്മളുടെ വേ ഓഫ് തിങ്കിങ്ങും അല്ലെങ്കിൽ ACC എക്സാമിനേഴ്സ് തിങ്കിങ്ങും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് എത്രയാണെന്ന് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇത് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചെയ്ത ഉടനെ തന്നെ നമ്മുടെ തലയിൽ കയറുമോ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ചിലർക്ക് കയറാം, ചിലർക്ക് കയറാണ്ടിരിക്കാം. അങ്ങനെ ഓരോ പേഴ്സൺസ് ടു പേഴ്സൺസ് ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ എപ്പോഴാണ് നിങ്ങളുടെ തിങ്കിങ്ങും എക്സാമിനേഴ്സ് തിങ്കിങ്ങും ഒരേ സ്ഥലത്ത് വരുന്നത് ആ സമയത്താണ് ക്വസ്റ്റ്യൻസ് പ്രോപ്പറായി മനസ്സിലാവുന്നുണ്ട്, അവരുദ്ദേശിച്ച പോലെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. സോ അതുവരെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ആൻസേഴ്സിൻ്റെ ഡിഫറൻസ് നോക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഒരു കോഴ്സും ടഫല്ല. നിങ്ങളുടെ മിസ്റ്റേക്ക് എന്തെന്ന് പ്രോപ്പറാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കോഴ്സും ടഫല്ല. തോറ്റു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടാണ് നിങ്ങൾ ഫെയിൽ ആയത്. സോ അത് പ്രോപ്പർ അനലൈസ് ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 സ്റ്റെപ്പ് ഫ്രണ്ടിൽ വയ്ക്കുക. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സങ്കടം എന്ന് പറയുന്നത് നാളെ വരാനിരിക്കുന്ന വലിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മനസ്സിലാക്കുക, നല്ലോണം വർക്ക് ചെയ്യുക. എല്ലാ സ്വപ്നങ്ങളും ഒരു ദിവസം എന്തായാലും സാധ്യമാവും. അത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ചാനൽ ഓപ്പൺ കോൺവെർസേഷന് വേണ്ടിയിട്ട് വെക്കാം. സോ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനൊക്കെ ആണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതെനിക്കും ബാക്കിയുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തുള്ള യൂസ്ഫുൾ കോണ്ടന്റ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.